റൈറ്റൽ പ്രസൻസ്, ഫ്ലൈ വേൾഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ മിന്നും താരം, കോ സ്പോൺസേഴ്സ് മെർമെയ്ഡ് ഹോട്ടൽ കൊച്ചി, ഫോറം മാൾ, ഡോക്ടർ സെറീനാസ് ബാക്ക് ടു ബാലൻസ്. അപ്പോൾ ഈ മിന്നും താരത്തിൽ അടുത്തതായി എത്താൻ പോകുന്ന ടീം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ടീം സൂസു. ഓക്കെ, വെൽക്കം. നമസ്കാരം. നമസ്കാരം. ഇത് സൂസു, ഇത് സൂസു. ഇതും സൂസു. ഞാൻ സുശീല KP. ഞാൻ സുശീല ദേവി. ബഹുമാനരെ, ഞങ്ങളുടെ ചെറിയ പൊട്ടബുദ്ധിയിൽ നിന്ന് ഉദിച്ച ഒരു കാര്യമാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത്. അതെന്താച്ചാ തുടങ്ങിക്കോളൂട്ടോ. മിണ്ടരുതേ, മൗനം പാലിച്ചിരുന്നോണേ. ഖമാന്നൊരക്ഷരം മിണ്ടല്ലേ, ചിരിച്ചോണ്ടിരുന്നോണേ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നാ നമുക്ക് ലവിടോട്ടൊന്ന് പോയാലോ? എവിടെ? ലവിടെ എവിടെന്ന്? അവിടെ ഒരു പുതിയ അതിഥി ഇരിപ്പുണ്ട്. അവിടെ ചെല്ലേ, അതിനെ കാണട്ടെ. ദോ ഇരിക്കുന്ന ഒരു പുതിയ അതിഥി, കുഴപ്പം പിടിച്ച ഒരമ്മച്ചി. നീ എന്തോന്ന് കുഴപ്പം എന്ന് ചോദിക്കല്ലയോ? നമ്മൾ ഈ പാലപ്പം, നെയ്യപ്പം, വട്ടയപ്പം, കൊഴലപ്പം എന്നൊക്കെ കേട്ടിട്ടില്ലയോ? അതൊക്കെ പലഹാരങ്ങളാണല്ലോ. പക്ഷേ കുഴപ്പമുണ്ടല്ലോ, പലഹാരമല്ല, തിന്നാനും കൊള്ളത്തില്ല, ദഹിക്കത്തുമില്ല. അയ്യോ, അങ്ങനെ ഒരു കുഴപ്പം പിടിച്ച അമ്മച്ചിയുടെ കാര്യമാണ് പറയുന്നത്. ഇത് സാധാരണയായിട്ട് 5%, അതായത് 100% എടുത്ത 5% മാത്രമേ കുഴപ്പമുള്ള ഇങ്ങനെ അമ്മച്ചിമാരുള്ളൂ. ബാക്കി 95% പെർഫെക്റ്റ് തന്നെയാണ്. അത് കാര്യമാണ്. ഈ 5% ഉള്ള അമ്മച്ചിക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ അതാണ് കുഴപ്പം. അതെന്ത് കുഴപ്പ? പെൺമക്കളെ കെട്ടിച്ചയക്കുന്നതിന് മുമ്പൊരു ഭാവമുണ്ട്, കെട്ടിച്ചയച്ച് കഴിഞ്ഞിട്ടും വേറൊരു ഭാവമുണ്ട്. ഈ കെട്ടിക്കുന്നതിന് മുമ്പുള്ള ഭാവം എന്ന് പറഞ്ഞാല് അതെന്ത് ഭാവമാണോ? അതിനെ പിടിച്ച് ശരിയാക്കി റെഡിയാക്കി അടിച്ചു വലിച്ചഴച്ച് കുളവാക്കിയിട്ട് പറയും, ഈ കാലി പരമനാറി, നിനക്ക് തിന്നാൻ മാത്രമേ അറിയത്തുള്ളൂടി, എവിടെങ്കിലും ഒന്ന് ഇറങ്ങി പൊയ്ക്കൂടെന്ന് ചോദിക്കും. അതെന്താ അങ്ങനെ പറയണേ? അത് അവരങ്ങനെ കുഴപ്പം പിടിച്ച അമ്മച്ചിയായിട്ട്. അതേതാ അമ്മച്ചി? അത് അവരുടെ കാര്യല്ലേ പറയാൻ പോകുന്നത്. പിന്നെ കെട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇവരെന്തോ ഒരു സുഖാന്വേഷണം അറിയാമോ? മോളെ കല്ലു, നിനക്ക് സുഖാണോടി? അയ്യോ, അങ്ങനൊക്കെ ചോദിക്കോ? എന്റെ അമ്മച്ചി എനിക്ക് സുഖമാണെന്ന് പറഞ്ഞാ തന്നെ ഇവരവിടെ കുഴപ്പമുണ്ടാക്കും, സുഖമല്ലാതാക്കി മാക്കും. ഈ അമ്മച്ചിയെ വേണമെങ്കിൽ നമുക്കല്ല അടൂർ ഭവാനി, സിനിമയിലെ അടൂർ ഭവാനി ഉണ്ടല്ലോ, അവരെ പോലൊക്കെ നമുക്ക് ഇരിക്കും. പക്ഷെ എനിക്ക് അനുകരണത്തിലൊന്നും ഒരു വശവും ഇല്ല. ദേ കൊടുക്കുന്നു ഞാൻ സൂസുവിന്. ഈ മാധവൻകുട്ടിക്ക് ഒരു ഇരട്ട പേരുണ്ടല്ലോ, അത് എന്തുവാ? ഈ മാധവൻകുട്ടിക്ക് ഒരു ഇരട്ട പേരുണ്ടല്ലോ, അത് എന്തുവാ? ഓ, ആ കൊച്ചന്മാര് അങ്ങനെ മറക്കല്ലേ മറക്കല്ലേ എന്ന് പറഞ്ഞതാ. ഓ, ആ എന്തുവാ? ആർക്കറിയാം, അങ്ങോട്ട് കയറി ചെന്നേക്കല്ലേ, പോക്കടിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലല്ലോ മോളെ വിളിക്കുന്നത്. നമ്മൾ ഈ കോവിഡ് വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ 3 വാക്സിൻ എടുക്കുമല്ലോ. മാറിയിട്ടൊന്നുമില്ല. അതെനിക്കറിയത്തില്ല, ഞാനൊന്നും പറയത്തില്ല. 3 വാക്സിൻ എടുത്തിരിക്കണം, കോവിഡിനാണോ. പക്ഷെ ഇതുപോലെ തന്നെ ഈ അമ്മച്ചിക്ക്, കുഴപ്പം പിടിച്ച അമ്മച്ചിയും മക്കളെ കെട്ടിച്ചയച്ചാല് 3 വാക്സിൻ എടുക്കും. അതെങ്ങനെയാണെന്നറിയാമോ? ആദ്യമേ മോളെ വിളിച്ച് സുഖാന്വേഷണം എന്ന് ചോദിക്കും. മോളെ നിനക്ക് സുഖാണോ? കല്ലു പറയും എനിക്ക് സുഖം അമ്മച്ചി. അല്ല, നിന്റെ അതിനകത്ത് ഏതോ ലതുണ്ടല്ലോ. അതിലതുണ്ട്. നിന്റെ സംസാരത്തിൽ എന്തോന്ന് കുഴപ്പമുണ്ടല്ലോടി. എന്താണ് കുഴപ്പം? 1ാമത്തെ വാക്സിൻ. 2ാമത്, നിന്റെ അവിടുത്തെ അമ്മച്ചി എങ്ങനുണ്ടാ, തള്ള എങ്ങനുണ്ടെന്നൊരു ചോദ്യം ഉണ്ട് കേട്ടോ. അമ്മ പാവം അമ്മേ, ഒരു കുഴപ്പമില്ല. എന്നോട് എന്തൊരു സ്നേഹമാണെന്നറിയാമോ? അയ്യോ, ആ തള്ളേ നീ സൂക്ഷിക്കണം കേട്ടോ. അവരെ കുറിച്ച് അങ്ങനൊന്നും അല്ല ഞങ്ങളുടെ വാസുവണ്ണം പറഞ്ഞേക്കുന്നത്. അമ്മ അങ്ങനൊന്നും പറയല്ലേ അമ്മ. ആ വാസുവണ്ണൻ ഒരു സംശയ രോഗിയാ. അമ്മ വാസുവണ്ണന്റെ സൈഡ് നിക്കല്ലേ അമ്മ എന്ന് പറഞ്ഞാലും അവര് കേൾക്കത്തില്ല. മോളെന്ന് പറഞ്ഞ ഒരു നവ്യ നായരുടെ ടൈപ്പാണ് കേട്ടോ. എനിക്ക് ഈ അനുകരണമൊന്നും അറിഞ്ഞൂടല്ലോ. സൂസു അങ്ങ് പറഞ്ഞാട്ടെ. ഒരു പാഴ്മോഹം എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ എങ്ങോട്ടല്ലേ ഓടി വന്നത്. നോക്കിയോ കാണാത്ത ദൂരത്തുള്ളത് എനിക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ എന്നെ നേർവഴിക്ക് നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നതല്ലേ. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് സ്വപ്നം കാണിപ്പിച്ചത്? ഈ കണ്ണീര് കാണാനോ ആണോ? എന്നും മണയാതെ ഈ തിരി തെളിയിച്ചതിന് തന്നതാ. വേണ്ട, ഇനി ഞാൻ ഈ തിരി തെളിയിക്കില്ല. എനിക്ക് കാണണ്ട ഈ മുഖം.
കുഴപ്പമില്ലെന്നേ. ആ രണ്ടാമത്തെ വാക്സിൻ എടുത്തല്ലോ, അവിടുത്തെ അമ്മച്ചി എങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഇനി മൂന്നാമത്തെ വാക്സിൻ എടുക്കും. മോളെ കല്ലുവേ, ലവൻ എങ്ങനെ ഉണ്ടെന്ന്. ഭർത്താവ് മരുമോൻ എങ്ങനെ ഉണ്ടെന്ന്. ചേട്ടൻ എന്തോ ഒരു സ്നേഹമാണെന്ന് അറിയാമോ എന്നോട്, എന്തൊരു സ്നേഹമായ എന്നോട്. മൂന്നാമത്തെ വാക്സിനും കഴിഞ്ഞു. ഇത് ആക്റ്റീവ് ആവാൻ ഇച്ചിരി സമയം എടുക്കും കേട്ടോ. പിന്നെ അവിടെ ഒരു അമ്മായിയപ്പനുണ്ട്, പാവം പിടിച്ചാക്ക് പല്ലില്ല. ഇനി പല്ലെല്ലാം കൂടെ ഈ തള്ള ഇനി അടിച്ചിട്ട് ഒടുക്കിയാന്നോന്ന് അറിയത്തില്ല. ഒരു ശശി കല്ലുങ്കൽ എന്നാണ് പറയുന്നത്. എനിക്ക് അനുകരണത്തിലൊന്നും ഒരു വശമില്ലല്ലോ. സൂസു അങ്ങ് പറഞ്ഞാട്ടെ. ഒന്ന് രണ്ടെണ്ണം കൊള്ളാം. ഇന്നല്ലേ നൊമ്പഴത്തിലെ ദീപ്തിയുടെ പ്രസവം. കൊച്ചിൻ്റെ രമേശാണോ സുരേഷാണോ നിന്നറിയാം. ഇത് കുറച്ച് വരാല കൊടുമ്പുള്ളിട്ട് പറ്റാൻ നല്ല ടേസ്റ്റായിരിക്കും. എന്തായാലും അവിടുത്തെ അമ്മച്ചി പാവാന്നൊക്കെ പറയുന്ന കേട്ട്. പക്ഷെ ഈ അമ്മച്ചി ഉണ്ടല്ലോ, വെറും പാവാന്ന് പറഞ്ഞാലും ഈ ഇവിടുത്തെ അമ്മച്ചി ഉണ്ടല്ലോ പറയും നിന്റെ ആ അവിടുത്തെ തള്ള ശരിയല്ലെന്ന് തന്നെ പറഞ്ഞോണ്ടായിരിക്കും. അത് നമ്മുടെ ബിന്ദു പണിക്കരുണ്ടല്ലോ, അത് അനുകരണമൊന്നും എനിക്ക് അറിഞ്ഞൂടല്ലോ. അങ്ങ് സൂസു അങ്ങ് പറഞ്ഞാട്ടെ. എടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പണ്ട് കോളേജ് പഠിച്ചിരുന്നപ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷേ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റുപോയി. അതിനെങ്ങനെയാ? അവർക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്തായാലും 3 വാക്സിൻ എടുത്തു. ആക്റ്റീവ് ആവാൻ ഇച്ചിരി സമയം എടുക്കും. അമ്മച്ചി എപ്പോഴും ഫോൺ വിളിച്ചോണ്ടിരിക്കും. അതായത് തിളച്ച എണ്ണയ്ക്കകത്ത് കുറച്ച് കടുകിടുന്ന പോലാണ് ഇവരിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഈ ബോർഡറിലേക്ക് പട്ടാളക്കാരെ കയറ്റി വിടുന്നോണം വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. ഇച്ചിരി കഴിയുമ്പോഴായിരിക്കും ഈ മോക്ക് അമ്മച്ചി പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് നോക്കും. അതുപോലെ മരുമകൾ അവിടെ ഉള്ളതൊന്ന് ഏത് മരുമകളെ ഇവിടെ ഉണ്ട്. പക്ഷെ മരുമകളെ ഇവിടുന്ന് ഓടിച്ചിട്ട് വേണം മോളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ. ഈ മരുമകൾ എന്ന് പറഞ്ഞ ഒരു കാവ്യാമാധവന്റെ ലുക്കാണ്. എനിക്കറിഞ്ഞൂടല്ലോ അല്ലത്. അതുകൊണ്ട് സൂസു അങ്ങോട്ട് പറഞ്ഞാട്ടെ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സിനിമ നിങ്ങളെല്ലാവരും ടാക്കീസ് പോയി കാണണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നന്ദിയുണ്ട്. എന്തായാലും വാക്സിൻ ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ വാക്സിൻ ആക്റ്റീവ് ആവാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? എന്തുവാ? ഈ അമ്മച്ചി ഓതിക്കൊടുത്ത എല്ലാ കാര്യവും മകളുടെ ആ മനസ്സിലേക്ക് കേറി 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 ഇങ്ങനെ വരുമ്പോഴത്തേക്കും അച്ഛനുണ്ടല്ലോ, അച്ഛനൊക്കെ ഉണ്ട്. അച്ഛന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. കല്യാണം കഴിഞ്ഞാലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ കല്യാണം കഴിഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ബാർട്ടർ സിസ്റ്റമാണ്. എന്തുവാന്നറിയാമോ? ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ചക്ക അങ്ങോട്ട് കൊണ്ടു കൊടുക്കും, അവിടെ നിന്നിങ്ങോട്ട് മാങ്ങ ഇങ്ങോട്ട് വരും. ഇവിടുന്ന് അങ്ങോട്ട് തേങ്ങ അങ്ങോട്ട് പോകും, അവിടെ നിന്ന് ചേന ഇങ്ങോട്ട് വരും. ഇവിടുന്ന് വരെ ചേമ്പ് അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് അവിടെ കൊടുത്തയച്ച ചക്കക്കകത്ത് ഇനി ചുളയുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് പോരും. ആ ചുളയിൽ നിന്ന് ചക്കക്കുരു ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ബാർട്ടർ സിസ്റ്റം ആയിട്ട് ഇരിക്കും. പക്ഷെ ഇങ്ങനെ ഇതുപോലുള്ള അമ്മച്ചിമാരുണ്ടെങ്കിൽ ഇച്ചിരൂടെ കഴിയുമ്പോഴത്തേന് ബാർട്ടർ സിസ്റ്റം വാനിഷായി പോവും. എന്ന് പറഞ്ഞാൽ മോളിഞ്ഞ് വീട്ടിൽ വരും. ഈ വരുമ്പോഴേ ഇവര് ഹാർദവമായി സ്വീകരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മരുമോളെ എങ്ങനെങ്കിലും അങ്ങോട്ട് അടിച്ചോടിച്ചിട്ട് വേണം എൻ്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഇവിടുത്തെ അച്ഛനുണ്ടല്ലോ, അച്ഛനും അമ്മച്ചിയും കൂടെ രണ്ടുപേരെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യും. ഇവിടുത്തെ അച്ഛൻ എന്ന് പറഞ്ഞത് ഒരു NNBിള്ളിയുടെ ലുക്കാണ്. എനിക്ക് അവളോടുള്ള വൈരാഗ്യം കൊണ്ടാ ഞാൻ തൊപ്പിയേ. അതിന് നീ എന്തിനാടാ തൊപ്പിയേ? മുതലാളിൻ്റെ വായയിൽ തൊപ്പിയിട്ട് അതിന് വായത് പോളാമ്പി മാതിരി തുറന്നു വെച്ചിട്ടുള്ളടാ ഞാൻ തൊപ്പിയേ. എടാ നീങ്ങിയിരിക്കടാ. എടാ കൊണ്ടിട്ട് നിനക്കാണോ? എണീച്ച് നീങ്ങിയിരിക്കടാ. ഇനി നീ നിന്റെ കാലിൽ പിടിച്ച് ഞാൻ ആ ഭിത്തിയിലടിക്കും. പിന്നെ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? ചേച്ചി, നമ്മുടെ ടൈം ഓവറായി. നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ നമുക്ക് ഇനിയും ഒരുപാട് മത്സരാർത്ഥികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നന്ദി, നമസ്കാരം.